തിരഞ്ഞെടുപ്പിൽ മാജിക്കുകൾ സൃഷ്ടിക്കുന്ന പാർട്ടിയാണ് ബി. ജെ പി എപ്പോഴും ചില സസ്പെൻസുകൾ തിരഞ്ഞെടുപ്പുകളിൽ ഒരുക്കി വെച്ചിരിക്കും. ഇത്തവണ നമുക്ക് നോക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ദീർഘകാലത്തേക്കുള്ള പദ്ധതികളാണ് ബി തയ്യാറാക്കുന്നത്. അത് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റിടങ്ങളിലും ഓരോ സ്ഥലത്തും കൃത്യമായിട്ടുള്ള പദ്ധതികൾ ബി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാമല്ലോ. തീർച്ചയായും ഒന്ന് തിരുവനന്തപുരം തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ വളരെ ചുരുങ്ങിയ വോട്ടുകളിൽ ചെറിയൊരു മാർജിനിൽ മാത്രം പരാജയപ്പെട്ട തിരുവനന്തപുരം, ശശി തരൂർ വിജയിക്കുകയും ചെയ്ത ആ മണ്ഡലമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്ന ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഇത്തവണ നമുക്കറിയാമല്ലോ, കഴക്കൂട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? വി മുരളീധരൻ ജി ഏറ്റവും ശക്തമായി ജയിച്ചു വന്ന ഒരു മണ്ഡലവും കൂടിയാണത്. വളരെ പ്രാധാന്യമുള്ളതാണ് ഈ പ്രധാനപ്പെട്ട 2 പാർലമെൻറ്റ് സീറ്റുകളും. ഇനി തൃശ്ശൂരിലെ സീറ്റ്, അത് ബി സിറ്റിംഗ് സീറ്റാണ്. കൈവെള്ളയിലിരിക്കുന്ന സ്വന്തം സീറ്റ്. ഗംഭീരമായി വീണ്ടും സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാൻ കഴിയും എന്ന് ഉറപ്പുള്ള മണ്ഡലമാണ്. അങ്ങനെ നിരവധി സീറ്റുകൾ, ഈ 20 സീറ്റുകളിൽ എത്ര ബി നിർണായകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ശതമാനം അതിനകത്തുണ്ട് എന്ന് തന്നെ പറയാം. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഈ മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കുമെന്നുള്ളതല്ല, അതിനേക്കാളേറെ എവിടെ, എങ്ങനെ, എപ്പോൾ സ്ട്രാറ്റജി തുടങ്ങുന്നു എന്നുള്ളതാണ്. ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മുമ്പ് കാലങ്ങളിൽ മുതൽ ബി ഒരുക്കി വയ്ക്കുന്ന ശരിയായ പദ്ധതിയുടെ വെളിച്ചത്തിലുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബി 2014 എങ്ങനെയാണ് രാജ്യത്ത് ഒരു തരംഗമായി മാറിയത്? അതിന് കൃത്യമായി ഉപയോഗിച്ചത് മോദിയുടെ പ്രഭാവം തന്നെയാണ്. ആ പ്രഭാവം മാത്രവുമല്ല, ബി ഒരു പദ്ധതിയും പ്ലാനും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് രാജ്യത്താകെ വമ്പൻ പ്രചാരണം നടത്തി. പ്രീ പോളുകൾ, എക്സിറ്റ് പോളുകൾ, ഇതെല്ലാം താറുമാറാകുന്ന രീതിയിലാണ് ബി കൃത്യമായ പദ്ധതിയിട്ടത്. ഇനി തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങൾ ഏറെ നിർണായകമായിട്ടുള്ള മണ്ഡലം. ആ മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കും എന്നുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടാവുമല്ലോ. അതെ, നമുക്ക് ഏറ്റവും ഉറപ്പിച്ച് പറയാവുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് പദ്ധതികൾ എന്നുകൂടി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘകാല പ്രവർത്തനമാണ്. ഓരോ മണ്ഡലത്തിൻ്റെയും സ്വഭാവം കണക്കിലെടുത്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്യുന്നു. ദീർഘകാലമായിട്ടുള്ള പ്രവർത്തന പദ്ധതി, ഓരോ ജനങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബി പദ്ധതി ഇടുന്നത് ഇങ്ങനെയാണ്: ഒരു പേജ്, വോട്ടർ ലിസ്റ്റിൻ്റെ ഒരു പേജ് ഒരാളെ ഏൽപ്പിക്കും, അവിടെ നിന്നുള്ള മുഴുവൻ വോട്ടുകളും ഉറപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. ഇങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നീക്കങ്ങൾ ബി നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്നതാകും ഇപ്പോൾ 2029 മിഷൻ എന്ന് പറയുന്ന മിഷൻ 2029 എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത്. ഏതായാലും ദീർഘകാലത്തുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ മിഷന് ഇപ്പോൾ തന്നെ ബി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സംഘടനാപരമായ നീക്കങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അതിൽ ഹ്രസ്വകാല പ്രചാരണത്തിന് പകരമാണ് ഈ ദീർഘകാല പ്രചാരണം കൊണ്ടുവരിക്കുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും മുതിർന്ന ബി നേതാക്കൾ നേതൃത്വം നൽകും എന്നുള്ളതാണ്. 140 മണ്ഡലങ്ങളും പുതിയ ക്രമീകരണത്തിലൂടെയായിരിക്കും അതിൻ്റെ പ്രവർത്തന മേഖല നിർണ്ണയിക്കുന്നത്, പ്രവർത്തന സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതുമാത്രവുമല്ല, ഇതിനെയെല്ലാം തന്നെ പ്രത്യേക ചുമതലക്കാരുണ്ടാവും. അതായത് ഓരോ മേഖലയ്ക്കും ഇൻചാർജുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ സംഘടനാ മേഖല 5-ൽ നിന്ന് 6 ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകും. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് പൂർണ്ണമായും വരാം. തിരുവനന്തപുരത്ത് പറഞ്ഞല്ലോ, രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. ആറ്റിങ്ങലിൽ ആരായിരിക്കും എന്നുള്ളതാണ്. ആറ്റിങ്ങലിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് കെ സുരേന്ദ്രനാണ്. KSൻ്റെ ഒരു പ്രഭാവമുണ്ടല്ലോ, അദ്ദേഹം നയിച്ചു വന്ന ആ ഒരു പാരമ്പര്യം, പോരാട്ട വീര്യം, അതുമാത്രവുമല്ല ജനങ്ങളിലുള്ള സ്വാധീനം. കാസർഗോഡുണ്ടായ അദ്ദേഹത്തിൻ്റെ പോരാട്ടം മഞ്ചേശ്വരത്ത് തെളിയിച്ചതാണ് എന്താണ് KSൻ്റെ ജനസ്വാധീനം എന്നുള്ളത്, എന്താണ് ബി കെട്ടുറപ്പ് എന്നുള്ളത്. കേരളത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത വിജയം തന്നെയാണ് KS മഞ്ചേശ്വരത്ത് നേടിയത് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മൾ പല 3 സീറ്റുകൾ നേടിയല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ വിജയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതാണ് KSൻ്റെ പോരാട്ടവും എന്നുള്ളതാണ്. KS അത്രയേറെ ഒരു ആവേശമാണ്. ഓരോ ബി പ്രവർത്തകനും അത്രയേറെ ആവേശം നൽകാൻ കഴിയുന്ന KS ആയിരിക്കും ആറ്റിങ്ങലിൽ മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിയമസഭാ സീറ്റ് നേമത്ത് വേക്കേണ്ടി വരില്ലേ? നിങ്ങളെല്ലാവരും ചിന്തിച്ചത് അത് തന്നെയായിരിക്കും. അതെ, അവിടേക്ക് എത്താൻ പോകുന്നത് മറ്റാരുമല്ല, നേമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സീറ്റിലേക്ക് വരുന്നത് മേയർ രാജേഷാണ്. രാജേഷ് നേമത്ത് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പദ്ധതി ബി ഒരുക്കുന്നു. ഉറപ്പ്, 100% ഉറപ്പ്, നേമത്ത് രാജേഷ് ജയിച്ചിരിക്കുമെന്നുള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്,
എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷനായിട്ടാണോ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അതായത് നിയമസഭാ സീറ്റിലുള്ള ഒരാൾ മത്സരിക്കുന്നു ലോക്സഭയിലേക്ക്, അപ്പോൾ അവിടെ സീറ്റ് വേക്കൻറ്റ് വരുന്നതല്ലേ. അതുമാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, 2029 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഇനി അതുമാത്രവുമാണോ? ഇത്രയും പ്രധാനപ്പെട്ട ആൾക്കാർ തലസ്ഥാനത്ത് തന്നെ മത്സരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ, ഏറ്റവും വൈബ്രൻ്റായിട്ട് BJPക്ക് വേണ്ടി പോരാടുന്ന വ്യക്തി, പിണറായി വിജയനെ മുട്ടുകുത്തിച്ച, പിണറായി വിജയൻ്റെ വീട്ടിൽ പിണറായി വിജയനെ തടങ്കലിലിരുത്തുന്നതിന് സമാനമായി ചെയ്തുകൊണ്ട് EDയുടെ സെർച്ചിന് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഒക്കെ കാരണമായ വ്യക്തി, BJPയുടെ പോരാട്ട വീരം, കോട്ടയത്തിൻ്റെ യുവാക്കളുടെ കരുത്തായി മാറിയ ഷോൺ ജോർജാണ് കോട്ടയത്ത് വരുന്നത്. അതും നിസ്സാരമായിട്ടുള്ള ഒരു പോരാട്ടമാകില്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെയും 100% വിജയം BJP ഉറപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് മാറുകയാണെങ്കിൽ അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സിറ്റിംഗ് സീറ്റാണ്. BJPക്ക് എപ്പോഴും ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപി. കൃത്യമായ കരുത്തോടുകൂടി മാപ്രകൾക്കൊക്കെ കണക്കിന് കൊടുത്ത ആൾ. മാപ്രകൾ എത്ര വട്ടം കൂടി നിന്ന് ആക്രമിച്ചു, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ഇല്ലാ കഥകൾ മെനഞ്ഞ കേസുകൾ കൊണ്ടുവന്നാണ് സുരേഷ് ഗോപിയെ തറപറ്റിക്കാൻ വേണ്ടി നോക്കിയത്. തൊടാൻ കഴിഞ്ഞില്ല, ആ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. ആ പറയുന്ന കരുത്തോടുകൂടി സുരേഷ് ഗോപി അവിടെ ആഞ്ഞടിച്ചു, വിജയിച്ചു. ഗംഭീരമായ വിജയം അവിടെ BJPക്ക് നേടി. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഗംഭീരമായ സീറ്റുകൾ, പ്രധാനപ്പെട്ട സീറ്റുകളുണ്ട്. ആലപ്പുഴയിൽ ആരാണ്? KC വേണുഗോപാലിനെ കൃത്യമായി തറപറ്റിക്കാൻ കഴിയുന്ന അതിഗംഭീരമായ സ്ഥാനാർത്ഥി. എന്തൊക്കെ അടവുകളാണ്, ഒന്ന് ആലോചിച്ചു. നമ്മൾ മഞ്ചേശ്വരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോരാട്ടം നടന്ന മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട് കുതന്ത്രങ്ങളുടെ പെരുമഴയായിരുന്നു, കുത്തൊഴുക്കായിരുന്നു. അവിടെയാണ് ഒരടി പോലും പിന്നോട്ട് പോകാതെ കരുത്തോടുകൂടി ശോഭാ സുരേന്ദ്രൻ നിന്നത്. അത് മാത്രമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. മാപ്രകളൊക്കെ എന്തൊക്കെ പദ്ധതികളായിട്ടത്. അവിടെ വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട മാപ്ര എന്നിട്ട് ഒരിടത്ത് ചോദിക്കുക ആൾക്കാരുടെ അടുത്ത്, പാലക്കാട് മൊത്തം നടന്നവർ ചോദിച്ചു ആര് ജയിക്കുമെന്ന്. എല്ലാവരും പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിരന്തരമായ പ്രവർത്തനം നടത്തി, വർഗീയ പ്രവർത്തനം നടത്തി, വർഗീയ വോട്ടുകൾ കേന്ദ്രീകരിച്ച് അവിടെ വോട്ട് മറിച്ച് മുന്നണികളുടെ സമവാക്യങ്ങളെല്ലാം തെറ്റിച്ച് സ്വന്തം നിലപാട് പോലും മാറ്റിവെച്ച് ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് നിന്ന് ആ ഒരു ജനഹിതത്തെ അട്ടിമറിച്ചിട്ടാണ് പാലക്കാട് വിജയമുണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ശോഭാ സുരേന്ദ്രനാണ്, പാലക്കാട്ടിൻ്റെ കരുത്താണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ അതിനിർണായകമായ സീറ്റുകൾ അതിഗംഭീരമായി വിജയിക്കാനുള്ള പദ്ധതി BJP ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അപ്പോൾ നേമത്ത് VV രാജേഷ് വരുന്നു. VV രാജേഷ് നിയമത്തിന് അന്യനല്ല, ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അതുമാത്രവുമല്ല, രാജേഷിൻ്റെ പ്രതിച്ഛായ ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം അടിച്ചു കെടുത്താൻ നോക്കുമോ അത്രയേറെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കരുത്താണ് മേയർ രാജേഷ് എന്നുള്ളതാണ്. രാജേഷിൻ്റെ ഈ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇനി ശിവൻകുട്ടിക്ക് ബാല്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ ആരൊക്കെ ഒന്നിക്കും, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ശത്രുപാളയത്തിൽ ഒന്നിക്കാൻ പോകുന്നത് ഇടതനും വലതനും മാത്രവുമല്ല, മറ്റ് സകല വർഗീയ കക്ഷികളുമാണ്. അവർ ഉച്ചകുത്തു നിന്ന് ശ്രമിക്കും VV രാജേഷിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നടക്കില്ല, വെറും സ്വപ്നം മാത്രമായിരിക്കും അത് എന്നുള്ളതാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം മണ്ഡലങ്ങളുടെ ചുമതല BBGക്കാണ്. BB ഗോപകുമാർ എന്ന് പറയുന്ന നമ്മുടെ നിയമസഭയിൽ LDFനും UDFനും ഒക്കെ തന്നെ വലിയ തിരിച്ചടിയായിട്ട് ഓരോ പ്രസംഗങ്ങളും കൂരമ്പുകൾ പോലെ ചെന്ന് തറയ്ക്കുന്ന ഓരോ വാക്കുകൾക്കും അഗ്നിയുടെ കരുത്തുള്ള BBയാണ് ഈ ജില്ലകളുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കാൻ പോകുന്നത്. അത് ഏറെ നിർണായകമായിരിക്കും എന്നുള്ളതാണ്. BB അതിന് നേതൃത്വം കൊടുക്കും. ഒപ്പം അനൂപ് ആൻ്റണി, ഷോൺ ജോർജ് തുടങ്ങിയ യുവാക്കളുടെ ഒരു നിര തന്നെ ഉണ്ടാകും. ഒരു നിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടയായിരിക്കും അത് ഈ പറയുന്ന ഇത്രയും കാലം വർഗീയത വെച്ച് കളിച്ച ഈ ജില്ലകളുണ്ടല്ലോ, ഇടതന്മാരും വലതന്മാരും കൂടെ നിന്നിട്ട് ന്യൂനപക്ഷ വർഗീയതയും പല ജാതി കാർഡുകൾ ഇറക്കിയത്, ആ സ്ഥലങ്ങളൊക്കെ ഒലിച്ചു പോകാൻ പോവുകയാണ് BJPയുടെ കരുത്തിലെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ ഗംഭീരമായിട്ട് BJP മുന്നേറ്റം നടത്താൻ പോകുന്നു എന്നുള്ള
വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിഗംഭീരമായിട്ടുള്ള ആവേശം നൽകുന്ന ഓരോ പ്രവർത്തകനും ഓരോ ജനത്തിനും ഏറ്റവും വലിയ ആവേശം നൽകുന്ന കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരുന്നു, KS ആറ്റിങ്ങലിൽ വരുന്നു, ഏറ്റവും കരുത്തായി നമ്മുടെ മേയർ രാജേഷ് നേമത്ത് മത്സരിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ. ഇത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാകുന്നു. ഈ പോരാട്ടം BJPയുടെ കൃത്യമായ പദ്ധതിയാണ്. ആ പദ്ധതി വിജയിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഈ 2029 കൂടി തന്നെ കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്ന മാറ്റമുണ്ടല്ലോ, അത് അലയടിച്ച് കൃത്യമായ BJP അധികാരത്തിലെത്തുന്ന ഒരു ഘട്ടത്തിലേക്കെത്തും. അത് വൻ മുന്നേറ്റമാകും. സംശയമില്ലാത്ത ഒരു വിജയം, ശങ്കയ്ക്കിടയില്ലാതെ തന്നെ BJP ഉറപ്പിക്കാൻ കഴിയുന്ന വിജയം, അത് തലസ്ഥാനം മുതൽ അങ്ങ് അറ്റം വരെ, അങ്ങ് കാസർഗോഡ് വരെയും പടർന്നു പന്തലിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.